വർഷങ്ങൾക്ക് ശേഷം അതിനപ്പുറത്തേക്ക് മോശം സിനിമ വന്നിട്ടില്ല. നല്ല ക്രിഞ്ച് പടം. മലൈക്കോട്ടെ വാലിബൻ തിയേറ്റർ ഞെട്ടും കുല്ലുങ്ങുന്നൊക്കെ പറഞ്ഞാണല്ലോ ഇതിന്റെ വന്നത്. ഡിസപ്പോയിന്റഡ് ആയ ദുരന്തമായി പോയ സിനിമ ഏതെങ്കിലും ഉണ്ടോ? Ganguva is a good film, 1,000 times better than Goat and all. കില്ല് അതായിരുന്നു സാധനം. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അങ്ങനെ 2024 വൈൻഡപ്പ് ചെയ്യാണ്. സർപ്രൈസ് ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയ വർഷമായിരുന്നു 2024. അതുപോലെ തന്നെ വലിയ ഹൈപ്പിൽ വന്നിട്ട് ഡിസപ്പോയിന്റഡ് ആക്കിയ കുറേ സിനിമകളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ വേസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസും ഏതാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഒരുപാട് സിനി ഫൈൽസ് ഒക്കെ ഉള്ള 29ാമത് IFFK വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് നേരെ റെസ്പോൺസിലേക്ക് പോകാം. ഈ വർഷം കണ്ടതിൽ എനിക്ക് കിഷ്കിൻ്റെ കാണ്ടം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫിലിമായിരുന്നു. കാരണം അത് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിന് വലിയ പ്രതീക്ഷ പോയിട്ട് ഡിസപ്പോയിന്റ് ആയി പോയ ഏതെങ്കിലും മൂവി ഉണ്ടോ? വാലിബനൊക്കെ അങ്ങനെയല്ല, മലൈക്കോട്ടെ വാലിബൻ മോശമെന്നല്ല, പക്ഷെ അതിന്റെ ഒരു ഹൈപ്പ് ഭയങ്കര ഹൈപ്പിൽ വന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പൊ ലിജോ ജോസഫ് അടുത്ത് പറഞ്ഞല്ലോ അതിന്റെ നിരാശയൊക്കെ. അതിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് അത് ആ കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തിയില്ല എന്നതാണ്. ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ആംബിയൻസിൽ ആദ്യം ഇറക്കി രണ്ടാമത് തിയേറ്ററിൽ എത്തിയിരുന്നെങ്കിൽ വാലിബന് വേറെ അഭിപ്രായമായിരുന്നു കിട്ടുക. കഴിഞ്ഞ പ്രാവശ്യം ആട്ടോ ഒക്കെ ഇവിടുന്ന് ഹിറ്റ് ആവുകയും പിന്നെ തിയേറ്ററിൽ പോവല്ലേ, ആ രീതിയിലായിരുന്നു വാലിബൻ ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ നിലനിൽക്കുന്നത് മലയാളി ഓഡിയൻസ് വാലിബൻ അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല, മലയാളികൾ അങ്ങനെ അടിച്ചാവശ്യിക്കേണ്ട ആവശ്യമില്ല. കാരണം മലയാളി കൃത്യമായിട്ട് സിനിമ കാണുന്ന ആളുകളാണ്, നല്ല സിനിമ വിജയിപ്പിക്കുന്ന ആളുകളാണ്. പക്ഷേ കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത് അണിയറ പ്രവർത്തകർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ തിയേറ്റർ ഞെട്ടും കുല്ലുങ്ങുന്നൊക്കെ പറഞ്ഞാണല്ലോ ഇതിന്റെ വന്നത്. ഫാൻ ഷോ വെച്ചു, അതാണ് വാലിബന് പറ്റിയത്. അതല്ലാതെ ഒരു ഫെസ്റ്റിവൽ ആംബിയൻസിൽ ഇറക്കി കഴിഞ്ഞ വർഷത്തെ ഇവിടെ ഇറക്കി അങ്ങനെ പോയിരുന്നെങ്കിൽ വാലിബൻ ഞെട്ടിക്കുമായിരുന്നു. ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു ഫേവറേറ്റ് മൂവി എന്ന് പറയാൻ ആദ്യം മനസ്സിലേക്ക് വരുന്ന സിനിമ ഏതായിരിക്കും? അങ്ങനെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് കിഷ്കിന്ത കണ്ടമായിരുന്നു. ബാക്കിയെല്ലാം ഭയങ്കര നോർമൽ. പിന്നെ അതിനുശേഷം ഇപ്പം ഇറങ്ങിയ കനികുസുതിയുടെ സിനിമ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വലിയ പ്രതീക്ഷയിൽ പോയിട്ട് നിരാശയായ ഏതെങ്കിലും സിനിമ ഉണ്ടോ? ഡിസപ്പോയിന്റഡ് ഫിലിം? ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് പോകാറുള്ളൂ. ഐ മീൻ ലൈക്ക് കമേഴ്ഷ്യൽ ഫിലിംസ് ഒന്നും അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ്. പുഷ്പ 2ന്റെ 1000 കോടി കളക്ഷൻ അതൊക്കെയാണല്ലോ ഭയങ്കര ചർച്ചയായിട്ട് നടക്കുന്നത്. കേരളത്തിലെ ഓഡിയൻസ് മാത്രം പുഷ്പയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു, പക്ഷെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും ബാക്കി എല്ലാ ജോണറിലും എല്ലാവർക്കും അല്ല, എനിക്കറിയാവുന്നത് വെച്ചിട്ട് കേരളത്തിലുള്ള മനുഷ്യന്മാരെ ഐഡിയോളജി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളവർക്ക് ഭയങ്കര കമേഴ്ഷ്യലൈസ് ചെയ്ത് എടുത്താൽ മാത്രമേ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അവർക്കൊരു സോങ് എങ്കിലും വേണം. പിന്നെ അതിനെ കുറച്ച് മാറ്റിമറിക്കണ കുറച്ച് മനുഷ്യന്മാരുണ്ട്, വെറ്റുമാരൻ, പാരഞ്ജിത്ത്, അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യാറ്. അതുകൊണ്ട് അവർക്ക് കമേഴ്ഷ്യലൈസ് ചെയ്ത് എടുത്താലേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടത് എനിക്ക് അമരൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലക്കി ഭാസ്കർ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി വലിയ ഹൈപ്പിൽ പോയിട്ട് ഡിസപ്പോയിന്റഡ് ആയ ദുരന്തമായി പോയ സിനിമ ഏതെങ്കിലും ഉണ്ടോ? കങ്കുവ ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒന്ന് കിഷ്കിന്ത കാണ്ടം മലയാളത്തിൽ നിന്ന്, പിന്നെ തമിഴിൽ നിന്ന് മഹാരാജ. എന്നാലും സ്ക്രിപ്റ്റ് വൈസ് ആണ് ഞാൻ പറയുന്നത്, അത് വളരെ മികവുറ്റു നിന്ന മൂവീസ് തന്നെ രണ്ടും. മലയാളം ഞാൻ വിചാരിച്ച മഹാരാജ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു പടം മലയാളത്തിൽ നല്ല സ്ക്രിപ്റ്റായിട്ട് ഈ വർഷം ഒന്ന് വന്നിരുന്നെങ്കിൽ. അങ്ങനെ ആഗ്രഹിച്ച് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ കിട്ടിയൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് കിഷ്കിന്ത കാണ്ടം തന്നെയാണ്. ഒരു മാസ് കൊമേഴ്ഷ്യൽ ഐറ്റം എന്നുള്ള ഒരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഏതായിരിക്കും? ഒരു ബിഗ് ബഡ്ജറ്റ് ഭയങ്കര ഹൈപ്പിലൊക്കെ വന്നിട്ട്. ബിഗ് ബഡ്ജറ്റ് ഒക്കെ ഒരുപാട് വന്നിട്ട് ഭയങ്കര നിരാശ തന്നെ. ഇപ്പം പറയേണ്ടതാണല്ലോ, ഇപ്പം കങ്കുവ ആണെങ്കിലും പുഷ്പ 2 ആണെങ്കിലും നമ്മളെ ഇന്ത്യൻ 2 ആണെങ്കിലും ഭയങ്കര സെക്കൻഡ് സീക്വൽ വന്ന പടങ്ങളൊക്കെ പരാജയങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഒരു ഉന്മേഷം എനിക്ക് തോന്നിയിട്ടില്ല. വലിയ എക്സ്പെക്ടേഷനിൽ പോയി ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയ ഒരു പടം പറയാൻ ഏതായിരിക്കും ഈ വർഷത്തെ? മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടിരുന്ന പ്രതീക്ഷയിൽ പോയിട്ട് പുഷ്പ 2 തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഒരുമാതിരി നമ്മളെ ചന്ദനമഴ സീരിയൽ എന്ന് തന്നെ പറയും. ഇപ്പം അതാണല്ലോ ട്രെൻഡ്. ഇതിലിപ്പം നോർത്തിൽ പറയുന്നു അതിൽ നായികയ്ക്ക് നാഷണൽ അവാർഡ് കൊടുക്കണം. എന്തിനാണ് നാഷണൽ അവാർഡ് കൊടുക്കുന്നത്? ഒരു കാര്യമില്ല, ഒരു നാഷണൽ അവാർഡ് കൊടുക്കേണ്ട ഒരു പെർഫോം അവൾ ചെയ്തിട്ടില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ 1 or 2 ട്രോമറ്റൈസ്ഡ് ആവുന്ന ട്രിഗർ വാർണിംഗ് ഒക്കെ വെച്ചിട്ട് കാണാനാണെങ്കിൽ സബ്സ്റ്റൻസ് ആണ്. ഞാൻ കുറച്ച് ഫുൾ ട്രോമറ്റൈസ്ഡ് ആയ സിനിമ കണ്ടിട്ട്, പക്ഷെ കിട്ടുന്ന സിനിമയായിരുന്നു. അതിലൊന്നല്ല ആൾ ടൈം ആവേശം തന്നെ. പിന്നെ നമ്മളെ അജയൻ്റെ 2ാം മോഷണം, അത് രണ്ടുമാണ്. പക്ഷെ കിഷ്കിന്ത കാണ്ടം എല്ലാവർക്കും നല്ലതായിരുന്നു. എനിക്കെന്തോ അങ്ങോട്ട് വർക്കായില്ല എന്ന് വെച്ചാൽ അത് എനിക്കത് ഭയങ്കര ഒരു ആ ടൈപ്പ് കിട്ടിയില്ല, ആ ഒരു കിക്ക് കിട്ടിയില്ല. 4 മണിക്ക് ഫാൻ ഷോ പോയിട്ട് ദുരന്തമായി പോയിട്ട പടങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? കങ്കുവ തന്നെ. കങ്കുവ, പിന്നെ ഗോട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. ആവേശം ഓർ കിഷ്കിന്ത കാണ്ടം? ആവേശം തന്നെയാണ്. ഓക്കെ, ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇനി ഈ വർഷം കണ്ടിട്ട് ഡിസപ്പോയിന്റ് ആയ ഏതെങ്കിലും പടം ഉണ്ടോ? വർഷങ്ങൾക്ക് ശേഷം
ഇല്ല ഹൈപ്പിലൊക്കെ പോയി കണ്ടിട്ട് വർഷങ്ങൾക്ക് ശേഷം അതിനപ്പുറത്തേക്ക് മോശം ഒരു സിനിമ വന്നിട്ടില്ല. ഒരു മൂവി അല്ല ആക്ച്വലി 2024 മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു പുതിയൊരു ടേൺ ഓവർ നൽകിയൊരു മൂവിയാണ്. റൈറ്റ് ഫ്രം നമ്മൾ മഞ്ഞുമേലി തൊട്ടാണെങ്കിലും ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന ഏതൊരു പടം എടുത്ത് നോക്കുകയാണെങ്കിലും ഓരോ പടി മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ ഐ തിങ്ക് മഞ്ഞുമേൽ ആ ഒരു ക്ലാസ് ഓൾവേസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഇനി റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള പടങ്ങളാണ് ആക്ച്വലി കുറേ കാര്യങ്ങൾ. ഇപ്പോൾ എമ്പുരാൻ, അതിനാണ് ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാരോസിന് വേണ്ടി 25th ബാരോസ് റിലീസ് ആവാൻ പോവാണ്. സോ ബാരോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഐ തിങ്ക് 2024 ഫോർ മലയാളം ഫിലിം ഇൻഡസ്ട്രി വാസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. ഓക്കെ, ഇനി വലിയ പ്രതീക്ഷയിൽ പോയിട്ട് ഡിസപ്പോയിന്റ് ആയതെങ്കിലും മൂവി ഉണ്ടോ? ഇപ്പോൾ ഒരുപാട് ബിഗ് ബഡ്ജറ്റ്. തീർച്ചയായിട്ടും ഐ തിങ്ക് പേഴ്സണലി പുഷ്പ, കങ്കുവ ഇതൊക്കെ ഇങ്ങനത്തെ മൂവീസ് തന്നെയായിരുന്നു. മൂവി വർഷം കണ്ടതിൽ വെച്ച് ലക്കി ഭാസ്കർ. ഇനി വോസ്റ്റ് മൂവി ഏതായിരിക്കും ഇഷ്ടപ്പെടാത്ത? ഇവിടെ ഏതായിരിക്കും? കൽബ്. അയ്യോ, കൽബ് ഇപ്പോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പടം. എന്താ ഇഷ്ടപ്പെടാൻ? നല്ല ക്രിഞ്ച് പടം. ഓക്കെ. കങ്കുവിന് നല്ല ബാഡ് റിവ്യൂസ് ആയിരുന്നു. അപ്പോഴേക്കും ഞാനത് പോയി കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കണ്ടപ്പോഴേക്കും പറയത്തക്കത്ര ബാഡ് റിവ്യൂസ് ഒരിക്കലും വരേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ ഗ്രാഫിക്കലൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ആ ഒരു കടലിലെ ഓഷ്യാനിക്ക് ഒരു സീനൊക്കെ നല്ലൊരു അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടതിൽ ബാഡ് റിവ്യൂ വന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു മൂവി അതായിട്ടാണ് ഞാൻ ഇപ്പോൾ മനസ്സിൽ 2024 വെച്ചിട്ടുണ്ട്. കാരണം അത്രയും മാത്രം ബാഡ് റിവ്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത് കണ്ടതിൽ എന്നെ എൻഗേജിങ് ആയിട്ട് ഇരുത്തിയത് ഒരു ഇത് തന്നെയാണ് സൂക്ഷ്മദർശിനി. റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് കണ്ട സൂക്ഷ്മദർശിനിയാണ്. പക്ഷെ അതെനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം, തീമും സാധനം കൊള്ളാം. പക്ഷെ ബേസിക്കലി സദാചാരമാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു പടം ഏതായിരിക്കും? കിഷ്കിന്ത കണ്ടം ഇതൊരു കണ്ടിട്ടില്ലാത്തൊരു ഇതായിരുന്നു. വേൾഡ് സിനിമയിൽ തന്നെ അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ലാസ്റ്റാണല്ലോ അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് നമ്മൾ മനസ്സിലാവണം. അതുവരെ നമ്മൾ എൻഗേജിംഗ് ആയിട്ട് സ്റ്റോറി എന്താണെന്ന് നോക്കി ഇരിക്കുവാണല്ലോ. ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് വളരെ സാറ്റിസ്ഫൈ ആയ ഒരു സിനിമയായിരുന്നു. ഇനി വലിയ പ്രതീക്ഷയിൽ പോയിട്ട് ഡിസപ്പോയിന്റഡ് ആയ പടം ഏതായിരിക്കും? മോസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാം. മോസ്റ്റ് എല്ലാ ഹൈപ്പിലും വന്ന പടങ്ങൾക്കും വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു. ഓക്കെ. പിന്നെ പ്രതീക്ഷിക്കാതെ പോയിട്ട് ഇതേപോലെ ഹിറ്റ് കിട്ടിയതാണുള്ളൂ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആവേശം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ കില്ല് അതായിരുന്നു സാധനം. ഇവിടെ ഇങ്ങനെ ആ സാധനം കിട്ടി. ആവേശം വൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് കിട്ടിയ പടമായിരുന്നു ആവേശം. ഡിസപ്പോയിന്റഡ് ആയ പടം ഞാൻ ആക്ച്വലി കങ്കോയ്ക്ക് പോകാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ പോകാൻ പറ്റിയില്ലെന്ന്. അത് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അതായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇരുന്ന് കരഞ്ഞ പടം പഴയായിരുന്നു. ഇതുവരെ 2024 മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഡ്യൂണ് സെക്കൻഡ് പാർട്ടായിരുന്നു ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. വലിയ പടം ഏതായിരിക്കും? ഞാൻ അങ്ങനെ സിനിമ കാണുന്ന ആളല്ല. പക്ഷെ ഞാൻ അവസാനം കണ്ട സിനിമ അമരൻ മേജർ മുകുന്ദന്റെ സിനിമ. Ganguva is a good film, but it's financially disaster. Okay. Otherwise, Ganguva was a nice film, better film than all Vijay's films. Compared to Goat? Goat. 1,000 times better than Goat and all. I saw a film, I can't call it Malayalam, Lucky Bhaskar, I liked it. Yeah. Very good. Lucky. So recently in this year, Manjumal Boys and Avesham, that movie get so many pan-Indian recognition. No, I'm not. I was not attracted by Manjumal Boys and all. But I liked Avesham. But Avesham is based on a Japanese film called Seven Samurai. Commercial items, which is the best theater experience that you have? All shit, you know. Like in Pushpa 2, one girl is dancing. That's horrible. And Rashmika Mandana is doing one circus, with a hero. Premalu? Lovely film. I liked it. Okay.